മഴവെള്ളത്തിൽ പോയത് മഴക്കാറ്റ് കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ മഴ പെയ്യുമ്പോഴും മഴ പെയ്യാത്തപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. നല്ല ചൂടുള്ള ഒരു സാധനം മഴയത്ത് നമുക്ക് കഴിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴയല്ലേ? ഏതേ കണ്ടോ, മഴയത്ത് നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന മുക്കൂറ്റിപ്പൂവ്. വേനൽക്കാലത്ത് പറിച്ച് നട്ടിട്ട് കാത്തിരുന്ന് ഞാനും ഒപ്പം വെള്ളം ഒഴിച്ച് നഷ്ടപ്പെടുത്താതിരുന്ന അപ്പം പല പ്രാവശ്യം ഇല മുരടിച്ച് പോയിട്ടൊക്കെ മരുന്നടിച്ചത് അത് രക്ഷപ്പെട്ടു പോകുന്ന. അപ്പോൾ വലിയ കോല് കൊണ്ടേ കെട്ടി സപ്പോർട്ടാക്കി ഇതേ ഒരു പച്ചക്കാന്താരി മുളക് വിരിഞ്ഞു. ഇഷ്ടം പോലെ കാണാനില്ല, കണ്ടു ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇവിടെ എങ്ങാണ്ട് വിരിഞ്ഞിട്ടുണ്ട്. എവിടെയാന്ന് കണ്ണാടി വെച്ചാൽ എനിക്കറിയുള്ളൂ. ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. അതെ ഇപ്പം അങ്ങനെ ആയിട്ടോ. പിന്നെ പറമ്പില് വേഗം വന്നേ, വെള്ളക്കാന്താരി ഉണ്ടായേക്കണമെന്ന് പിടിച്ചു വെച്ച് പോരാ. ഇത് വെള്ളക്കാന്താരി പക്ഷെ ശുഷ്കിച്ചു പോയിട്ട് അത് തന്നെ അങ്ങ് പറിച്ചിറങ്ങാം. അതൊരു ആരോഗ്യം ഇല്ലാതെ നിൽക്കുന്നു. അപ്പുറം പറമ്പിൽ വെള്ളമുണ്ട്, വരാം. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രീനറി ആയി കിടക്കുന്ന പറമ്പിലേക്ക് ഇറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാടിലൂടെയുള്ള നടത്തം. അടർന്നു പോയായിരുന്നു കാറ്റത്ത് മുഴുവൻ. അതെ അത് പിടിച്ചു. മഴവെള്ളത്തിൽ കഴിഞ്ഞ കൊല്ലം ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചു കുത്തിയില്ലേ, നിറച്ചു മുളക്. മഴവെള്ളത്തിൽ പോയത് പറിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെറുതെ ഒരു പ്ലാന്റ് ചെയ്തതേ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. അതെ, ഒലിച്ചു പോകും. ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് ഒഴുകണം. കാണിച്ചു തരാം. അതെ വെള്ളം പോയി, വെള്ളം ഒഴുകി ഇത് കംപ്ലീറ്റ് പോയായിരുന്നു. ഇനിയിപ്പോ വളം ഇടണം ഇതിനത്. വേനലായതുകൊണ്ടൊന്നും ഇട്ടില്ല. ഇതിലൊക്കെ ഉണ്ട്, മുളകുണ്ട്. പിന്നെ കൊണ്ട് കെട്ടിക്കുന്നതൊക്കെ മര്യാദയ്ക്ക്. മഴയായതുകൊണ്ട് പുറത്തേക്ക് ഇവിടെയൊക്കെ നന്നായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൊല്ലം കൂടെ നിന്നാ മതി. വേറെ ഒരു സംഭവം അതിലമ്മ സാറ്റിസ്ഫൈഡാ. നിന്റെ മാവ് ഇത് ഏത് മാവാന്ന് പക്ഷെ മറന്നുപോയി. എനിക്കറിയില്ല. അപ്പൊ എഴുതി വെച്ചിട്ടത്. സൂക്ഷിച്ച് നടക്കണം. നല്ല ഭംഗിയുണ്ടല്ലോ, ഇഷ്ടം പോലെ. ഞാനാ വള്ളി വെച്ച് കെട്ടി വെച്ചേക്കണേ. ഇത്തവണ പാകി കിളിപ്പിച്ചു കേട്ടോ. അതെ കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ. അതുകൊണ്ട് കാറ്റത്ത് മറിയണതാ. ഇന്നോടെ കെട്ടാണ്ടേ. ഇതിലെ മുളക് പിടിച്ചോ ഇഷ്ടം പോലെ. ഇതും കഴിഞ്ഞ പോലത്തെ കാന്താരി കേട്ടോ. മുളക് പിടിച്ചോ. ഞാനൊന്ന് ഉടക്കി വെക്കട്ടെ കേട്ടോ. ഇതില് കുരുകുരാന്ന് കാന്താരിയുടെ പിഞ്ച് പോവാൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇതാണത്, പിഞ്ച് കാന്താരി. അപ്പം എന്നെ കൊണ്ട് നന്നായിട്ട് നാളെ എപ്പോഴെങ്കിലും കെട്ടിക്കാം. ഞാനിപ്പോൾ ഒന്ന് ഉടക്കി വെക്കണം കേട്ടോ. വെറുതെ മുഴുത്ത മുളകുണ്ട്. ഉപ്പുമാങ്ങയ്ക്കൊക്കെ എടുക്കാൻ നേരത്ത് ഓടി വന്ന് പറിക്കാൻ നമുക്ക്. അതെ ഒരു കോലും കൂടെ കുത്തിവെച്ച് പോവാം. ഈ കോല് പോരാ ഇതിനകത്ത്. ചെടി വലുതായിടാം. ഒരു കോല് ഞാൻ കുത്താട്ടോ. കോലെടുക്കുമ്പോൾ ചേനയെല്ലാം നന്നായിട്ട് പിടിച്ചല്ലോ. കുഞ്ഞിച്ചാച്ചന്റെ ചേനയല്ലേ, നന്നായിട്ട് വലുതായി. നല്ല ഭംഗിയുണ്ടല്ലേ, എല്ലാം മുളച്ചു. ഇത് എപ്പോഴാ പറിക്കണേ? ഓഗസ്റ്റിലാണോ? ആണോ? അത് മുളച്ചു. അതെ, ഇതില് മുള വന്നു. കാച്ചില്, നീലക്കാച്ചിലാണോ അത്? പൂവോ? അത് പറിക്കാം. അമ്മേനെയും വിളിക്കാം പറിക്കുമ്പോ. നല്ല കാറ്റ് വീശുന്നുണ്ട്. മഴക്കാറ്റ് കാണാൻ നല്ല ഭംഗിയാ. എവിടെ? അവിടെ നിന്ന് വന്നത് ശരിക്കും കാണാം.
അതുപോലത്തെ മഴ. ഇതെന്നാന്ന് എല്ലാവർക്കും മനസ്സിലായിക്കാണും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. സ്വീറ്റ് കോൺ അല്ലേ? അപ്പൊ ഞങ്ങള് ഇതുകൊണ്ട് ഡിഷ് എന്ന് പറയാൻ പറ്റൂല. ഒരു മഴക്കാലത്ത് ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. എപ്പോഴും വറപൊരി ഒന്നും കഴിച്ചാൽ രസം ഉണ്ടാവില്ല. മാത്രല്ല എപ്പോഴും ഓയിലി ഫുഡ് കഴിക്കണത് നല്ലതല്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണം. അതെ, മഴക്കാലത്ത് അല്ലെങ്കിൽ ഇത് കഴിക്കാം. അതെ, പൊടിക്കട്ടെ. കോൺ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ഫെബി ചേച്ചി പറഞ്ഞു തന്ന രീതിയാ. ഈസി ആയിട്ട് പൊട്ടിക്കാം അത്. അങ്ങനെ തന്നെ കാണിച്ചു. ഞാനത് ഈസി ആയിട്ട് ഓടിക്കൂലോ. അങ്ങനെ തന്നെ കണ്ടോ, ഒരെണ്ണം പോലും പോയിട്ടില്ല. ഫെബി പറഞ്ഞതാണോ? ഫെബി ചേച്ചി പറഞ്ഞു തന്നോ. നല്ല ട്രിക്കാണ്. ഓരോന്നോരോ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ ഒരെണ്ണം പോലും മുറിഞ്ഞു പോവില്ല. അല്ല, അത് കുഴപ്പമില്ല. അതൊക്കെ ചെയ്താൽ മതിയല്ലോ. പ്രശ്നമുള്ള കേസല്ലല്ലോ. ഈ പ്ലേറ്റിലേക്ക് വെക്കും. ഫെബിക്ക് ഒരുപാട് നുറുങ്ങുകൾ അറിയാല്ലെങ്കിലും പാചകത്തിന്റെ ആളാണല്ലോ. അങ്ങനെ ഒരെണ്ണം പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മള് എടുക്കാട്ടെ. ഇവിടെ കാണിച്ചു തന്നെ എനിക്ക് ഇച്ചിരി ക്ഷമയൊക്കെ കുറവ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊളിച്ചെടുത്തു. നല്ല സുഖം. ഇങ്ങനെ പിടിച്ചു വെച്ചാൽ കണ്ട് അടക്കേ പോന്നോളൂ. അതെ, കട്ട് ചെയ്യാതെ. ഞാൻ കത്തിയൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു. കത്തിയൊന്നും വേണ്ട. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോണേ. ഡീറ്റെയിൽ ആയിട്ടുള്ളത്. വലിയതൊന്നും ഇല്ല കേട്ടോ, ചെറിയ പരിപാടിയാ. നല്ല ചൂടുള്ള ഒരു സാധനം മഴയത്ത് നമുക്ക് കഴിക്കാം. അപ്പൊ മഴ പെയ്യുമ്പോഴും മഴ പെയ്യാത്തപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ബട്ടർ ഇട്ടു ആദ്യം തവയിലേക്ക്. ബട്ടർ നല്ലോണം അങ്ങ് പൂശിയിട്ടുണ്ട്. ബട്ടർ വേണം. മെൽറ്റായി വരുമ്പോ കോൺ ഇടുക. കോണങ്ങ് ബട്ടറിൽ വഴറ്റുക. ചെറിയ സ്പാറ്റിലെടുക്കാം. ഇതിനൊക്കെ ഇത് നല്ലതാണ്, ചെറുതായതുകൊണ്ട്. കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ ചെറുതല്ലേ. ഇതൊന്നും ചെയ്യാനില്ല. ബട്ടറിൽ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടേച്ച് സ്വല്പം നാരങ്ങാനീര് പിടിയുക. എന്നിട്ട് പിന്നെ വലിയ വേണ്ട അല്ലേ, ഇച്ചിരി പെപ്പറും ഒക്കെ ഇട്ടേച്ച് നമുക്ക് ഡയറക്റ്റ് കഴിക്കാം. ഈ പരുവത്തിൽ ഞങ്ങൾ ഓഫ് ചെയ്യുക കേട്ടോ. ഇത് മതി. ഞാൻ ബ്രൗൺ പോലെ ആവണ്ട കേട്ടോ. അതുകൊണ്ടാണ്. ഇത് കാണുമ്പോ എപ്പോഴും എനിക്കിത് പുറത്തൊക്കെ കാണുമ്പോ ഭയങ്കര കൊതിയാ. ഈ ചില മാളുകളിൽ ഇത് തരും മസാലയൊക്കെ ഇട്ടിട്ട്. ഭയങ്കര ഇഷ്ടം എനിക്ക്. നമുക്കിവിടെ വെച്ചേച്ച് ചെയ്യാം ഇതിന്റെ ബാക്കി പരിപാടി. എവിടെയും ഇത് വെച്ചേച്ച് ഇതിന്റെ പുറത്ത് വെച്ച് സ്റ്റാൻഡ് വെച്ചേച്ചിട്ടോ. എന്നിട്ട് ഇതിലേക്ക് സംഗതികളൊക്കെ ചേർക്കാം. മുളക് വേണ്ടല്ലോ. മുളകൊന്നും വേണ്ട. അയ്യോ, പെപ്പർ മതി. നമ്മുടെ മുളകിന് ഒന്നാമത്തെ ഒടുക്കത്തെ എരിവാ. അതെ 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 അതെ, ശരിയല്ലെങ്കിൽ ഇത് മതിയാവും. നാരങ്ങയുടെ ലെമൺ ജ്യൂസ് സിറപ്പാട്ടോ. ഫ്രഷ് നാരങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഇല്ലാത്തോണ്ടാണ് അത് ഒഴിച്ചത്. നമ്മുടെ നാരങ്ങയൊക്കെ മൂപ്പത്തി വരണേ ഉള്ളൂ. കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഞങ്ങൾ. അതെ, നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇച്ചിരി ഉപ്പിടാം. അത് ഞാൻ മറന്നുപോയി. പൊടിക്ക് മതി, കാരണം ബട്ടറിൽ ഉപ്പുണ്ട് ഓൾറെഡി. അതുകൊണ്ട് അധികം വേണ്ട. അപ്പൊ തന്നെ അതിന്റെ രുചി മാറി നല്ലൊരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ചുമ്മാതെ ഞാൻ ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ഡിഷ് അത്. ഇത് മതിയാവും. ഞാൻ വെച്ചാലേ ഞാൻ പറഞ്ഞല്ലോ എന്നാ കാര്യമെന്നുള്ളത്. ഉപ്പോ ആദ്യം അമ്മ ടേസ്റ്റ് ചെയ്തു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്തോണ്ട് ഇരിപ്പുണ്ട്. നല്ലത്, എനിക്കിഷ്ടമായി. ആദ്യം ബട്ടറിൽ സോട്ട് ചെയ്തപ്പോ ടേസ്റ്റ് ചെയ്തു, പെപ്പർ ഇട്ട് സോട്ട് ചെയ്തു, അതെ. ഓരോ തവണ ഓരോ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുമ്പോഴും അമ്മ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു ബൗളിലേക്ക് മാറ്റാട്ടോ.
മാറ്റി വെച്ച് കഴിക്കാനെടുക്കാം. ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പോകും. അതാ നല്ല ആവി പറക്കണ ചൂടോടെ. ചൂട് പറക്കുന്നുണ്ട് കേട്ടോ, ഫാൻ ഇട്ടേക്കണായിരുന്നു സ്പ്രെഡായി പോണത്. അതാ ആവി നല്ല ചൂടുണ്ട്. അടുപ്പത്തൊന്നും വഞ്ഞു കൂടിയല്ലേ. അടിപൊളി. ഇങ്ങനത്തെ ഫ്ലേവറിൽ, അതായത് നാച്ചുറൽ പെപ്പർ ഫ്ലേവറിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യട്ടോ. നോക്കട്ടെ. അതാ നാരങ്ങാനീരിന്റെ രുചിയൊക്കെ കിട്ടണ്ടോ? പെപ്പറിൻ്റെ ഉണ്ട്, ഉപ്പൊട്ടും അധികം ഇല്ല. കഴിക്കാം. കഴിച്ചോ. ദേ നമ്മുടെ സ്വീറ്റ് കോൺ പെപ്പർ മസാല. ദേ ഞാനൊരു ഇച്ചിരി സ്പൂണിലെടുക്കുവാണ്. സ്പൂണിൽ ഹീപ്പായിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴാണ് രസം കഴിക്കാൻ. കണ്ട, ഇങ്ങനെ അങ്ങ് എടുക്കണം, എന്നിട്ട് അങ്ങ് കഴിക്കണം. ഇത് ബെസ്റ്റാണ് ശരിക്കും. കടയിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാങ്ങി കഴിക്കാറുണ്ട്. അതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതാ കോൺ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു, നമ്മുടെ സ്വീറ്റ് കോൺ. പിന്നെ നല്ല ഗുണമുള്ളതുമാണെന്ന് കേട്ടിട്ടുണ്ട്, പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം കോണൊക്കെ പണ്ടത്തെക്കാളും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം കൂടുതലും ആൾക്കാർ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള കൂടുതൽ ഫുഡൊക്കെ കഴിക്കാം, ആ ഒരു സ്റ്റൈലിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗം എന്നോണം നമ്മളും ഇപ്പോൾ കൂടുതലായിട്ട് കോൺ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വീറ്റ് കോണിൻ്റെ രുചി. പണ്ട് സൂപ്പിൽ നിന്ന് അപൂർവമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല. ഞാനിടയ്ക്ക് സാലഡൊക്കെ ഉണ്ടാക്കും, തക്കാളിയൊക്കെ ഇട്ടിട്ട് അതൊരു പുളിരസവും കൂടെ കിട്ടും, നല്ല രസമാണ്. അപ്പം ഇതിങ്ങനെ പെപ്പർ മസാല ഇട്ട് കഴിക്കാൻ അടിപൊളിയാണ്. പുറത്ത് മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ വൈബാണ് കേട്ടോ. നമ്മൾ മൂവിയൊക്കെ കാണുമ്പോഴേ, OTT-യിലൊക്കെ നമ്മൾ മൂവി കാണില്ലേ, അങ്ങനെ മൂവി കാണുമ്പോൾ ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ടും ഇതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റഫിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല. മൂവി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കണം, അത് മസ്റ്റാണ്. അപ്പം നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കലോറി കുറവായിട്ടുള്ള ജങ്ക് അല്ലാത്ത കുറച്ച് നല്ല ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ യു കീപ്പ് ഓൺ എൻജോയിങ് ദിസ് വൺ. ഫ്രൈഡ് ഒന്നും അല്ലല്ലോ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോഴേക്കും കൊടുക്കാം. അങ്ങനെ നല്ല കൂരിച്ചൊരിയുന്ന മഴയത്ത് നല്ല ചൂട് കോണൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സൊറയൊക്കെ പറഞ്ഞ് അപ്പയും കഴിച്ചായിരുന്നേ. അപ്പം കഴിക്കണേ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൂ, കുറെ കഴിഞ്ഞിട്ടാ കഴിച്ചത്. അതാ